മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഈ പ്രഭാത വിരുന്ന് പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പ്രഭാതത്തിൽ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ദൈവത്തെ വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ ഈ ജീവിതങ്ങളെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കി മാറ്റുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ, ഈ പുലരിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു പുലരിയും കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഒരു പുതിയ സന്തോഷത്തിൻ്റെ ദിനമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ഈ ദിവസത്തെ ധന്യമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്, ദൈവം നമ്മെ അനുഗ്രഹിച്ചതിൻ്റെ ഒരു അടയാളമാണ് ഈ ഒരു പുലരിയും കൂടി. നമുക്ക് ആ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടുകൂടെ, ശക്തിയോടുകൂടി അവിടുത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ദൈവം നമ്മെ കാത്തുപരിപാലിച്ചു. ദൈവത്തിൻ്റെ വലിയ ഒരു കൃപയാണത്. നമ്മെ കൂടെ ആയിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, നമുക്ക് കാവലായിരിക്കുന്ന ദൈവം, നമ്മുടെ ജീവൻ്റെ സംരക്ഷകനായിരിക്കുന്ന ദൈവം, നമ്മളോടൊപ്പമായിരിക്കുന്ന ദൈവം. ആ ദൈവം ഒരു രാത്രിയും കൂടി പിന്നിട്ടതിന് ശേഷം നമ്മൾ കണ്ണു തുറക്കുമ്പോൾ പ്രകാശമാകുന്ന ദൈവത്തെ, നന്മ നിറഞ്ഞ ദൈവത്തെ, നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ കാണുവാനായിട്ട് നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. നമുക്ക് ആ നല്ല ദൈവത്തോട് നന്ദി പറയാം. നമുക്ക് ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ ഇന്ന് നമ്മുടെ കൂടെയുണ്ടെന്നൊന്ന് വിശ്വസിക്കാം. അമ്മ ഇന്നേ ദിവസം നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ്. വലിയ മധ്യസ്ഥ ശക്തിയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളെ നിറവുകളാക്കാനായിട്ട് സാധിക്കുന്ന ഒരു അമ്മയാണ് നമുക്കുള്ളത്, മാധ്യസ്ഥം വഹിക്കുവാനായിട്ടുള്ളത്. അതും നമ്മുടെ ഈ പ്രഭാത വിരുന്ന് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ മധ്യസ്ഥയും കൂടെയാണ്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അമ്മയോട് ചേർന്ന് ഇന്നേ ദിവസം സമ്പന്നമാക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇന്ന് നമ്മൾ ഒത്തിരിയേറെ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഈ പ്രഭാതം തന്നെ നമ്മൾ കാണുക, ഈ പുലരി നമുക്കായിട്ട് നൽകുക. ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ ഒരു ദിനമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന, നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഹോസ്പിറ്റലിലായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതങ്ങളെയൊക്കെ സംരക്ഷിക്കുവാനായിട്ട്, രോഗങ്ങളെ മാറ്റി നിർത്തുവാനായിട്ട് ഒത്തിരിയേറെ ആരോഗ്യ പ്രവർത്തകരുണ്ട്. പല തലത്തിൽ, പല വിധത്തിൽ നമ്മളെ സഹായിക്കുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാർ, മറ്റു പല വിധത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റ്, അല്ലെങ്കിൽ ലാബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരിയേറെ ആരോഗ്യ പ്രവർത്തകർ നമ്മളോടൊപ്പം ഉണ്ട്.
ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും ഇവരോടൊപ്പമായിരിക്കാം നമ്മുടെ ജീവിതങ്ങളൊക്കെ. പലപ്പോഴും നമ്മുടെ ജീവിതം നിലനിർത്തേണ്ടത് ഇവരുടെ വലിയ ഒരു സഹകരണത്തോടു കൂടിയാണ്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടൊന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും ദൈവാനുഗ്രഹമുള്ള ഒരു അവസ്ഥയായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് വചനം കേൾക്കുവാനായിട്ട് നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. വചനം നമ്മളിൽ വന്ന് നിറയണം. അത് 60, 100 മേനിയും ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ മാത്രം ചിന്തിച്ചാലും സാധ്യമാവുകയില്ല. പലപ്പോഴും ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ആവശ്യമാണ്. യേശു തൻ്റെ പ്രലോഭന സമയങ്ങളിലൊക്കെ 2 കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടുവാനായിട്ട്, വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട്. അവിടെയാണ് ഏതൊരു പ്രലോഭനത്തെയും മാറ്റി നിർത്തുവാനായിട്ട് യേശുവിന് ശക്തി ലഭിച്ചതെന്ന് പറയുക. അവിടെ വചനം അവൻ സ്വന്തമാക്കിയിരുന്നു, വചനത്തിൽ ജീവിച്ചിരുന്നു, വചനമായിരുന്നു യേശു. നമ്മൾ ഓരോരുത്തരും വചനത്തിലൂടെ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. അതിനു മുമ്പായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ട് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവാണ് നമ്മൾ നയിക്കേണ്ടത്. ഏത് പ്രവൃത്തി ആയിക്കൊള്ളട്ടെ, ഏത് പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, അതെല്ലാം പരിശുദ്ധാത്മാവിലൂടെ നടത്തപ്പെടുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് ആ യേശുവിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം നമ്മളിൽ വന്ന് നിറയുവാനായിട്ട്. വചനമാണ് ദൈവം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും വചനമായി തീരുവാനായിട്ട്, അത് എൻ്റെ ജീവിതം വചനമാണ് എന്നൊന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും ശക്തരാക്കണമേ. ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. നിൻ്റെ വലിയ കൃപ ഞങ്ങളിലേക്ക് വന്ന് നിറയട്ടെ എന്ന് ഈ നിമിഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ വചനം ഞങ്ങൾക്ക് ശക്തിയായിട്ട് മാറട്ടെ. വചനത്തിലൂടെ ഈ ദിവസം ധന്യമാക്കി മാറ്റുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപാവരം ഞങ്ങളെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നത്തെ ഈ പുലരിയിൽ യേശു നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നമ്മളോട് ആരെങ്കിലും ഇത്തരത്തിലൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, നീ നല്ലവനാണ്, നീ ഏറ്റവും ശ്രേഷ്ഠനാണ് എന്നൊന്ന് കാലത്ത് പറഞ്ഞാൽ, ഒന്ന് നമ്മെ ഒന്ന് പാറ്റ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം സന്തോഷം നമുക്കുണ്ടാവുമെന്നറിയോ. യേശു ഇന്ന് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്, നീ ഭൂമിയുടെ ഉപ്പാണ്. പക്ഷെ ഉപ്പിൻ്റെ ഉറ കെട്ടുപോയാൽ അത് ആ ഉപ്പിന് പിന്നെ എങ്ങനെ ഉറ കൂട്ടാനായിട്ട് സാധിക്കും? ഉറ നഷ്ടപ്പെട്ടു പോയാൽ അത് പുറത്തേക്ക് എറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കഴിയുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉറക്കെടാത്ത അല്ലെങ്കിൽ ഉപ്പിൻ്റെ ആ ഉപ്പുള്ള ഒരവസ്ഥയാണ് നമ്മൾ ഓരോരുത്തരും, ഓരോ ക്രിസ്ത്യാനികളും, വചനം കേൾക്കുന്ന ഓരോരുത്തരും നമ്മൾ ചിന്തിക്കുക, ഞാൻ ഭൂമിയുടെ ഒപ്പാണ്. അതായത് നെഗറ്റീവ് ഇല്ലാത്ത പോസിറ്റീവ് അടങ്ങിയ ഒരവസ്ഥയാണ് ഞാൻ ഓരോരുത്തരും. ഈ ഉപ്പിൻ്റെ സവിശേഷതകളൊക്കെ നമ്മൾ ഒത്തിരിയേറെ കേട്ടിട്ടുള്ളതാണ്. എങ്കിലും ഒരിക്കൽ കൂടി നമുക്കൊന്ന് ധ്യാന വിഷയമായിട്ടത് എടുക്കാം. ഉപ്പ് രുചി കൂട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളൊക്കെ ഓരോ ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന, അല്ലെങ്കിൽ യേശുവിനോട് ഒത്തൊരുമിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ വചനം വായിക്കുന്ന വ്യക്തികൾക്ക് പറയുവാനായിട്ട് സാധിക്കും, നമ്മൾ ഓരോരുത്തരും നന്മയാകുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവിടെ രുചി കൂടുകയാണ് ചെയ്യുന്നത്. അവിടെ സ്നേഹം ആധിക്യമാണ് ഉണ്ടാകുന്നത്, സ്നേഹത്തിൻ്റെ ആധിക്യം ഉണ്ടാകുന്നു, അത് രുചിയായി മാറുന്നു. നമ്മളിൽ നിന്ന് ആവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനങ്ങളും മറ്റുള്ളവർക്ക് മാധുര്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായി മാറുകയാണ്, ഏറ്റവും ആകർഷണീയമായിട്ട് മാറുകയോ അല്ലെങ്കിൽ പിന്നെയും ലഭ്യമാകുവാനായിട്ടുള്ള ഒരു തൽപരത അവരുടെ ജീവിതത്തിൽ വളരുകയാണ് ചെയ്യുന്നത്.
നമ്മുടെ വചനങ്ങൾ, നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും അത്രമാത്രം സ്വാദിഷ്ടമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നീ ഭൂമിയുടെ ഉപ്പാണ്. രണ്ടാമത്തത് നമുക്ക് പറയാനായിട്ട് സാധിക്കും, അത് ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം വഴിയായിട്ട് മറ്റുള്ളവൻ്റെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കാനായിട്ട് അതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്, ഓരോ വ്യക്തികളും അല്ലെങ്കിൽ നമ്മൾ ഓരോ ജീവിതങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ, ഓരോ കുടുംബങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണാനായിട്ട് സാധിക്കും, അവരുടെ ജീവിതശൈലി ഒരു പാപം നിറഞ്ഞ ശൈലിയൊക്കെ ആണെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മുടെ സാന്നിധ്യം മതി എന്നുള്ളതാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ക്രിസ്ത്യാനിയുടെ സാന്നിധ്യത്തിലൂടെ അയിത്തം മാറിയിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ സാന്നിധ്യത്തിലൂടെ ഐക്യമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്രമാത്രം ആ ഒരു ശുദ്ധീകരിക്കുന്ന അവസ്ഥയാണ് ഒരു ക്രിസ്തു സ്വന്തം ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ, ഒരു ക്രിസ്ത്യാനിയായി മാറുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ക്രിസ്ത്യാനി ഏതൊരു ഭവനത്തിലേക്ക് ചെന്നാലും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സമാധാനം ആശംസിക്കണമെന്നാണ്. ആ ക്രിസ്ത്യാനിയുടെ ജീവിതം തന്നെ ഒരു സമാധാനമാണ്, ശാന്തിയുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് ഏത് ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അവിടെ ഈ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്ക്. അപ്പോൾ ഒരു ശുദ്ധീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഓരോ ക്രിസ്ത്യാനിയും, ഇപ്പോഴെന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും എന്ന് പറയുന്നത്. മൂന്നാമത്തത്, അത് പ്രിസർവേറ്റീവാണ്. അതിങ്ങനെ ശേഖരിച്ചു വയ്ക്കാൻ പറ്റുന്നതാണ്. അത് നമ്മളെ ഒരിക്കലും നശിപ്പിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം ഒരു ഉപ്പായി മാറുന്നു എന്ന് പറയുന്നത്. ശുദ്ധീകരിക്കുന്നു, അത് സംരക്ഷിക്കുന്നു, രുചി പകരുന്നു എന്നുള്ളതാണ്. നമ്മുടെ സാന്നിധ്യം വഴിയായിട്ട് ഇന്നേ ദിവസം ഏത് വ്യക്തികളുടെ ഇടയിലേക്ക് പോകുമ്പോഴും, ഏത് സ്കൂളിലേക്ക് പോകുമ്പോഴായിക്കൊള്ളട്ടെ, ഏത് സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോഴായിക്കൊള്ളട്ടെ, നമ്മെ കണ്ടുകൊണ്ട് നമ്മെ സ്നേഹിക്കുവാനായിട്ട് മുന്നോട്ട് വരുന്ന വ്യക്തികളുണ്ടാകണം. കാരണം നമ്മൾ കാണുമ്പോൾ തന്നെ ഐശ്വര്യം ഉണ്ടാകണം. നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ഐശ്വര്യപൂർണ്ണമായി മാറണം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. യേശു പിന്നെ നമ്മളോട് പറയുന്നുണ്ട്, നീ ലോകത്തിൻ്റെ പ്രകാശമാണെന്നാണ് പറയുന്നത്. നീ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. മലയിൽ പടുത്തുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, അത് പീഠത്തിന്മേലാണ് വയ്ക്കുക എന്ന് പറയുന്നത്. അത് ഭവനത്തിലേക്ക് വരുന്ന എല്ലാവർക്കും പ്രകാശം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമായി മാറാനായിട്ട് സാധിക്കണം. അന്ധകാരം മാറ്റുന്ന ഒരു അവസ്ഥയാണ് പ്രകാശം എന്ന് പറയുന്നത്. അന്ധകാരത്തെ മാറ്റുവാനായിട്ട്, തിന്മയെ മാറ്റുവാനായിട്ട്, തിന്മയെ വകഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്. അന്ധകാരത്തിൽ ഒരു ചെറിയ പ്രകാശം വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം സൗന്ദര്യമായിരിക്കും, ഭയങ്കര ആകർഷണീയമായിരിക്കും മാറുക എന്ന് പറയുക. അപ്പോൾ അന്ധകാരത്തെ മാറ്റുന്നത് ആകർഷണീയമായി മാറുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പെരുന്നാളുകളുണ്ട്, ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ തോരണങ്ങളും അതോടൊപ്പം തന്നെ ഇലുമിനേഷൻസൊക്കെ നടത്താറുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു സന്തോഷമാണ്, സന്തോഷം ജനിപ്പിക്കുന്ന അവസ്ഥയാണ്. ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാനായിട്ട് കുറേ സമയം നമുക്കതിന് മുമ്പിൽ നോക്കി നിൽക്കാനായിട്ട് തോന്നും. പ്രകാശത്തെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഒരു ശാന്തതയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ആകർഷണീയമാണ്. നമുക്ക് അത് അന്ധകാരത്തെ മാറ്റുന്നു, ശാന്തത കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ശാന്തത കൊണ്ടുവരാനായിട്ട്, അന്ധകാരത്തിലാവുമ്പോൾ നമുക്ക് പല തിന്മകളൊക്കെ ചെയ്യാനായിട്ട് ഒരു പ്രവണത കൂടുതലാണെന്നാണ് പറയുക. പക്ഷേ പ്രകാശത്തിലോ നമ്മൾ അറിയാതെ തന്നെ നമ്മെ തന്നെ ഒരു വിലയിരുത്തി അതിനൊരു ശാന്തത കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അവിടെയാണ് ധൈര്യം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്, ധൈര്യം കിട്ടാനായിട്ട് സാധിക്കുന്നത്. പകലൊക്കെ ആണല്ലോ നമ്മൾ ചുറ്റും സഞ്ചരിച്ച് നടക്കുക. രാത്രിയിലൊക്കെ പകലപ്പോഴും നമ്മൾക്കൊരു പേടി കൂടുതലാണ്. രാത്രിയൊക്കെ വരുമ്പോൾ ഒന്ന് പുറത്തിറങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് ദൂരെ പോകാനായിട്ട് നമുക്ക് പേടി കൂടുതലാണ്. ഈവൻ ഡ്രൈവിങ് നടത്താനടക്കം പേടിയാണ്. പ്രകാശമില്ലല്ലോ. വണ്ടിയിലേക്ക് പ്രകാശം വേണം, അല്ലെങ്കിൽ പുറത്ത് പ്രകാശം ഉണ്ടാവണം. അതുകൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പലപ്പോഴും ഒരു ഫ്രീ ആയിട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പ്രകാശം എന്ന് പറയുന്നത് ധൈര്യം നൽകുന്ന ഒരു അവസ്ഥയും കൂടിയിട്ടാണ്. നമുക്ക് എന്തൊക്കെ അവസ്ഥകളാണ്, നമ്മൾ ഓരോരുത്തരും പ്രകാശമായി മാറുമ്പോൾ യേശു നമ്മെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്, നീ ലോകത്തിൻ്റെ പ്രകാശമാണെന്നാണ് പറയുന്നത്. നീ ലോകത്തിൻ്റെ പ്രകാശം. ഈ ലോകത്തിൻ്റെ പ്രകാശം നമുക്ക് ഇന്ന് ജ്വലിപ്പിക്കാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്. ഞാൻ ജ്വലിച്ചുകൊണ്ടിരിക്കണം.
ഞാൻ കത്തിക്കൊണ്ടിരിക്കണം, നന്മ മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. വിശ്വാസമാണ് അടിസ്ഥാന ഘടകമായിട്ടുള്ളത്. ഈ ഉപ്പും പ്രകാശവും നമ്മളായി മാറണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു വിശ്വാസം, നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. യേശു നമ്മെ സൃഷ്ടിച്ചത് മറ്റുള്ളവന് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുവാനായിട്ടാണ്, മറ്റുള്ളവർക്ക് രുചികരമാക്കി മാറ്റുവാനായിട്ടാണ്, നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് ധന്യമാക്കി മാറ്റുവാനായിട്ടാണ് യേശു ആഗ്രഹിക്കുന്നത്. പ്രകാശമായി മാറുവാനായിട്ട് നമ്മൾ തയ്യാറാകട്ടെ. അപ്പോൾ വിശ്വാസത്തിൽ അടിയുറച്ച ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. നമുക്കൊരു വചനം അറിയാലോ, ആദിയിൽ നമുക്ക് കിട്ടിയ വിശ്വാസം അവസാനം വരെ ഊട്ടി ഉറപ്പിക്കുവാനായിട്ട് തയ്യാറാകണം. എങ്കിൽ മാത്രമേ അത് ക്രിസ്തുവിൻ്റെ ആ പകർച്ച നമുക്കുണ്ടാവുകയുള്ളൂ. ക്രിസ്തുവിനോടൊപ്പം നമുക്ക് ജീവിക്കണമെങ്കിൽ അത് ആദിയിലുള്ള വിശ്വാസം അവസാനം വരെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് പറയുന്നത്. യേശുവിൻ്റെ പകർച്ച, നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ വിശ്വാസം എന്തായിരിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. കുദാശകളിലൂടെ അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ നമുക്ക് നൽകിയ വിശ്വാസം നമ്മളത് അപങ്കുരം കാത്തു സൂക്ഷിച്ച്, അത് എന്ത് വിശ്വാസമായിരുന്നു? യേശുവിലുള്ള വിശ്വാസം, തമ്പുരാനിലേക്ക് പൂർണ്ണമായിട്ട് അർപ്പിച്ചൊരു വിശ്വാസമായിരുന്നു. ആ ഒരു വിശ്വാസത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. യേശു ആഗ്രഹിക്കുന്ന അതാണ്. നമ്മൾ പ്രകാശമായി തീരണമെങ്കിൽ, ഉപ്പായി തീരണമെങ്കിൽ നമുക്കൊരു അടിയുറച്ച ഒരു വിശ്വാസം നമുക്കുണ്ടാകണമെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറപ്പെടുന്നത്. ആ ക്രിസ്തുവായിട്ട് മാറുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. യേശു ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറയുന്നുണ്ട്. യേശു തന്നെ പറയുന്നത്, ഞാൻ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുകയാണെന്നാണ് പറയുന്നത്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. നമ്മൾ ഓരോരുത്തരും, യേശു നമ്മളോട് പറയാണ്, നീ പ്രകാശമാണെന്ന് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ജീവിതത്തിൽ നമ്മുടെ വാക്കിലൂടെ പറയുവാനായിട്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. യേശു നമ്മളോട് പറയുന്ന വചനം മാത്രമല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും പറയുവാനായിട്ട്, അതിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ഞാൻ ഭൂമിയുടെ ഉപ്പാണ്, ഞാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തിയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ അന്ധകാരത്തെ, പാപമയമായ ജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ്. മറ്റുള്ളവരിലുള്ള തിന്മയെ മാറ്റുവാനും എന്നിലുള്ള തിന്മയെ മാറ്റുവാനും ഞാൻ പരിശ്രമിക്കും എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക്, ഒരു വിശ്വാസ ആ ഒരു അടിസ്ഥാന ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാം. ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു വചനം നമുക്ക് നൽകുകയാണ്. നമ്മൾ ഓരോരുത്തരോടും നമ്മൾ പറയുന്നുണ്ട്, നീ ലോകത്തിൻ്റെ പ്രകാശമാണ്, നീ ഭൂമിയുടെ ഉപ്പാണ്. നമുക്കത് ഏറ്റുപറയാനായിട്ട് സാധിക്കണം. ഞാൻ തന്നെയാണ് ലോകത്തിൻ്റെ പ്രകാശം, ഞാൻ തന്നെയാണ് ഭൂമിയുടെ ഉപ്പാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് നന്മയായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് സർവേശ്വരൻ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഉപ്പായി തീരുവാനായിട്ടുള്ള ഒരു ചിന്തയോടെ, പ്രകാശമായി തീരുവാനുള്ള ചിന്തയോടെ നമുക്ക് തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ അവസ്ഥകളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. സ്വർഗം തന്നെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വന്നു നിറയുവാനും ആ സ്വർഗീയമയമായ ജീവിതം നയിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനെ, ഇടവക വികാരിച്ചനെയും ഞങ്ങൾ സമർപ്പിച്ച് മധ്യസ്ഥനോട് പ്രാർത്ഥിക്കുകയാണ്. യേശു അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ശക്തരാക്കി തീർക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ശക്തരായി തീർന്നുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഞങ്ങളുടെ പേരിന് കാരണബോധനായ മധ്യസ്ഥനെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന മാലാഖമാരെയും ഞങ്ങളുടെ മധ്യസ്ഥനായ ഞങ്ങളുടെ വ്യക്തിപരമായ മധ്യസ്ഥരെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഞങ്ങളെ കൈപിടിച്ച് നടത്തുവാനായിട്ട് ഇവരെന്നും കൂട്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുകയാണ്.
മരിയ കൂടാരങ്ങളിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ നിമിഷം ഞങ്ങൾ ഓർക്കുകയാണ്. അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവരോടൊപ്പം ഞങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ജപമാല അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറായിരിക്കുന്നു. യേശുവേ, അവരുടെ നിയോഗങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗുഡ്നസ് TV-യെ, അതിലെ പ്രവർത്തകരെ, അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും, ഈ ഗുഡ്നസ് TV-യിലൂടെ കടന്നു പോകുന്ന ഓരോ പ്രേക്ഷകരെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഇന്ന് എൻ്റെ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ സമർപ്പിക്കുന്നു. യേശുവേ, ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നല്ല ജീവിതത്തിലേക്ക് ഇന്ന് കേട്ട വചനം പോലെ ഓരോരുത്തരും ഉപ്പായും പ്രകാശമായും മാറുവാനായിട്ടും ഇവർ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പുത്രനാം മാർയോസേപ്പേ, നീതി മിന്നും ഈശോ തൻ സ്നേഹതാതൻ നീ. നിൻ സവിതയാണയം മക്കൾക്കാശ്രയമേ, കന്യാമേരിക്കൊപ്പം തുണയായി എന്നും നിന്നവനെ. ദാവീദിൻ പുത്രനാം മാർയോസേപ്പേ, നീതി മിന്നും ഈശോ തൻ സ്നേഹതാതൻ നീ. നിൻ സവിതയാണയം മക്കൾക്കാശ്രയമേ, കന്യാമേരിക്കൊപ്പം തുണയായി എന്നും നിന്നവനെ. മാർയോസേപ്പേ, നീതി പാലകനെ, മക്കൾ ഞങ്ങൾക്കെന്നും തുണയാകണേ. മക്കൾ ഞങ്ങൾക്കെന്നും തുണയാകണേ. കരതാരിൽ കരുതും നീ കൺമണി പോലെന്നെ എന്നും. മിഴിനിറയും നേരത്തും ആശ്വാസക്കാറ്റായി എൻ കാവലേ, എൻ സ്നേഹമേ, എൻ ജീവനായി നീ എന്നുമേ. എൻ കാവലേ, എൻ സ്നേഹമേ, ഞങ്ങൾക്കെന്നും താതൻ നീ. മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിച്ചിടണമേ. ജ്ഞാനത്തിൽ വളരാ, കൃപയിൽ മുന്നേറാ. മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിച്ചിടണമേ. മാർയോസേപ്പേ, നീതി പാലകനെ, മക്കൾ ഞങ്ങൾക്കെന്നും തുണയാകണേ. മക്കൾ ഞങ്ങൾക്കെന്നും തുണയാകണേ.
തിരുസഭതൻ രക്ഷകനെ തിരിയായി നീ തെളിയൂ. എന്നിൽ നിറയെ പുണ്യം തരണേ, വാത്സല്യനാഥൻ എന്നും നീ. എന്നിൽ നിറയെ പുണ്യം തരണേ, ഞങ്ങൾക്കെന്നും താതൻ നീ. ജ്ഞാനത്തിൽ വളരാൻ കൃപയിൽ മുന്നേറാൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിച്ചിടണമേ. ജ്ഞാനത്തിൽ വളരാൻ കൃപയിൽ മുന്നേറാൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിച്ചിടണമേ. മാറിയോസേപ്പേ നീതിപാലകനേ, മക്കൾ ഞങ്ങൾക്കെന്നും തുണയാകണേ. പരിശുദ്ധ പാപ്പായോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ പ്രത്യേകമായ എല്ലാ നിയോഗങ്ങളോടും ചേർത്ത് വെച്ചുകൊണ്ട് സകല കർദിനാൾമാരോടും സകല മെത്രാന്മാരോടും മെത്രാപ്പൊലിത്തന്മാരോടും പുരോഹിതന്മാരോടും സന്യാസിനികളോടും എല്ലാ ആത്മായരോടും ചേർന്ന് നിന്നുകൊണ്ട് ഏക മനസ്സോടുകൂടി അങ്ങയുടെ വലിയ ശ്ലൈകിക ആശീർവാദത്തിന് വേണ്ടി ഞങ്ങൾ ദാഹിക്കുന്നു. യേശുവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ വലിയ ആശീർവാദവും അനുഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്നേ ദിവസം ദൈവം നൽകിയ എല്ലാ കൃപകളോർത്ത് നന്ദി പറയാം. ഈ കുറച്ച് സമയം അവിടുത്തെ വചനങ്ങൾ ധ്യാനിക്കുവാനും ആ വചനത്തിൽ അധിഷ്ഠമായൊരു ജീവിതം നയിക്കുവാനും എടുത്ത പ്രതിജ്ഞകൾ നമുക്കത് അപകരം പാലിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്നേ ദിവസത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി.